വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. 2000 രൂപയുടെ നോട്ടുകൾ റിസർവ് ബാങ്ക് പിൻവലിച്ചിരിക്കുകയാണ്. പുതിയ നോട്ടുകൾ വിതരണം ചെയ്യേണ്ടെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എബി ജോൺ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. എബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? 2000-ന്റെ നോട്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഈ നിരോധനം അത് സാധാരണക്കാരെ എത്രത്തോളം ബാധിക്കും, അല്ലെങ്കിൽ എന്നുവരെ ഈ നോട്ട് ഇനി ഉപയോഗിക്കാൻ സാധിക്കും? ഭദ്ര, 2000-ന്റെ നോട്ടുകൾ പിൻവലിക്കുകയാണ് എന്നുള്ള തീരുമാനമാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നോട്ട് സെപ്റ്റംബർ 30 വരെ ഉപയോഗിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നോട്ട് സെപ്റ്റംബർ 30 വരെ ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ഒപ്പം ഈ ബാങ്കുകളിൽ നിന്നും ഈ 2000-ന്റെ നോട്ട് നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. 19 റീജിയണൽ ഓഫീസുകൾ മെയ് 23 മുതൽ കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾക്ക് ഉപയോഗിച്ച 2000-ന്റെ നോട്ടുകൾ എടുക്കാൻ തുടങ്ങും. നിയമപരമായി ടെൻഡറായി തുടരുമെന്നും RBI അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2016 ഈ നോട്ടിന്റെ വരവ് തന്നെ നമ്മൾ വളരെ എല്ലാവരും രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം നോട്ട് നിരോധനം, അതിനുശേഷമാണ് 2000-ന്റെ നോട്ടുകൾ ഇത്തരത്തിൽ അച്ചടിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നോട്ട് നിരോധനത്തിന്റെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക മേഖലയ്ക്കും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒരു തീരുമാനം തന്നെയായിരുന്നു. അതിനെ മണ്ടൻ തീരുമാനം എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇതുവരെയും സാമ്പത്തിക രംഗത്തിന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ആ നിലയ്ക്കുള്ള ഒരു വിമർശനം തന്നെ പങ്കുവെക്കുന്നു. എന്തായാലും 2000-ന്റെ നോട്ടുകൾ പൊതുവിൽ നമ്മളുടെ ഈ ഒരു സമൂഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞിടയ്ക്ക് പോലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു സർവേ പോലെ ആളുകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഒരു പ്രതികരണം എടുക്കുന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ, കേരള ആവശ്യം തന്നെ ചർച്ച ചെയ്ത സമയത്ത് പല ആളുകളും പറഞ്ഞത് 2000-ന്റെ നോട്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായി എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ഏതാണ്ട് 2019 തന്നെ ഇതിന്റെ പ്രിന്റിംഗ് നിർത്തിവെക്കുന്ന നിലയിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ 2019 തന്നെ ഇതിന്റെ പ്രിന്റിംഗ് നിർത്തിവെച്ചിരുന്നു. 2017 കണക്കുകൾ നോക്കുകയാണ്, 89% നോട്ടുകളും അവിടെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഈ 2000-ന്റെ നോട്ടുകൾ എബിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ TC